സാധാരണ ഈ പൊങ്കാല ഏറ്റവും ശ്രദ്ധ നേടിയത് ടെലിവിഷനിലെ ഈ കാഴ്ചകളിലൂടെ ഒക്കെ ആ കാലമായപ്പോഴേക്ക് ഏറ്റവും ശ്രദ്ധ നേടുന്നത് ഈ താരങ്ങളുടെ വരവ് കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തിരുവനന്തപുരത്ത് വീടൊക്കെയുള്ള പ്രധാനപ്പെട്ട സിനിമാ താരങ്ങളൊക്കെ പൊങ്കാലയിടാനെത്തും. അത് ഈ ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും കൂടുതൽ ആളുകൾ കാണും. അതൊക്കെ ഇങ്ങനെ ഒരു പതിവായി സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഗൗരീനന്ദനം ഹോട്ടലിലാണ് സാധാരണ ഇത്തരത്തിൽ താരങ്ങളൊക്കെ പൊങ്കാല അർപ്പിക്കാൻ എത്താറുള്ളത്. അവിടെ നിന്ന് സനീറ്റ ഇപ്പോൾ ചേരുന്നുണ്ട്. സനീറ്റ, സാധാരണ ഈ പൊങ്കാല വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ ആ വാർത്ത, കാരണം ഇത്രയധികം സ്ത്രീകൾ സമ്മേളിക്കുന്ന ഒരു സ്ഥലമല്ലേ, അപ്പോൾ ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഉയരുന്ന ചോദ്യം ചിപ്പി എത്തിയോ എന്നുള്ളതാണ്. അപ്പോൾ അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിൽ ഹർഷൻ, വലിയ ദൂരത്തിലുള്ള ഒരു തിരക്കാണ് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല ക്ഷേത്രത്തിൽ പൊങ്കാലയുടെ അനുപ്പെട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തരത്തിലുള്ള ഒരു തിരക്കുണ്ട്. ഇപ്പോൾ ഈ സ്ത്രീ ജനങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തുന്നത് ഈ പൊങ്കാല അർപ്പിക്കാൻ കൂടാതെ ഈ ചിപ്പി ചേച്ചിയെ കാണാനുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇവർ എത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. നമുക്ക് ചുറ്റും ഇവിടെ കാണാൻ കഴിഞ്ഞു. രാവിലെ തന്നെ എത്തിയ സ്ത്രീകൾ എല്ലാവരും തന്നെ ചിപ്പി ചേച്ചി ഒരു നോക്കം കാണണമെന്നുള്ള ആഗ്രഹത്തിന് പുറത്ത്, വലിയ തരത്തിലുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് ഇങ്ങോട്ട് എത്തിയിരുന്നു. നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു ചേച്ചി തേടുന്നുണ്ട്. ചേച്ചി, ചിപ്പി ചേച്ചിയെ കാണാൻ ഇങ്ങോട്ട് എത്തിയതാണോ? ചിപ്പിയെ കാണണം. പിന്നെ അട്ടുവക്കന്റെ അച്ഛനെ എല്ലാരും കണ്ടു. എന്നിട്ട് ചിപ്പി ചേച്ചിയെ കണ്ടോ? കണ്ട്. അങ്ങനെ ഹർഷൻ, വളരെ ഒരു സന്തോഷത്തിലാണ് ഇവർ. കാരണം ഇവരിവിടെ എത്തിയത് ഒരു ഇരട്ടി മധുരം എന്നുള്ള രീതിയിൽ ഇവർക്ക് ഒരു സന്തോഷം നൽകുന്നുണ്ട്. കാരണം പൊങ്കാല അർപ്പിക്കാൻ കഴിഞ്ഞു, പൊങ്കാലയുടെ ഒരുക്കങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു. അതോടൊപ്പം ചിപ്പി ഒരു നോക്ക് കാണണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനെ തുടർന്ന് ഇപ്പോൾ ചിപ്പിയുടെ അടുത്തേക്കൊക്കെ വലിയ തരത്തിലുള്ള ഒരു ജനക്കൂട്ടം എത്തിയിരുന്നു. എന്നാൽ പോലീസ് പിന്നെ അവരെ അങ്ങോട്ടേക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു. കാരണം വലിയ തരത്തിൽ ഇവിടെ മറ്റുള്ളവർക്ക് പൊങ്കാല അർപ്പിക്കാനൊക്കെ ഒരു തരത്തിൽ വലിയൊരു തരത്തിലൊരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് പോലീസ് വലിയൊരു തരത്തിലുള്ള സുരക്ഷ ഇങ്ങോട്ടേക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു സുരക്ഷ, ഒരു ക്രമീകരണം ഇവിടെ പോലീസിന്റെ ഭാഗത്തുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ 5000-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഈ ആദ്യ തരത്തിലൊക്കെ ഈ തിരുവനന്തപുരത്ത് കുടിവെള്ള പ്രശ്നമൊക്കെ വലിയ തരത്തിൽ നേരിട്ടിരുന്നു. എന്നാൽ അതിനെല്ലാം കൃത്യമായ ഒരു പരിഹാരമാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. എന്തായാലും അത്തരത്തിലൊരു പ്രശ്നമൊന്നും നിലവിലെ സാഹചര്യത്തിൽ ഇല്ല. എല്ലാ തരത്തിലും നല്ലൊരു മുന്നൊരുക്കങ്ങളോടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല. ഹർഷൻ, ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കങ്ങളും ആറ്റുകാൽ പൊങ്കാലയുടെ ചടങ്ങുകളുമൊക്കെ ഓരോ ഘട്ടത്തിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ചില ഈ താരങ്ങളെല്ലാം നിരന്നിരിക്കുന്നു പൊങ്കാലയിടാൻ.